സ്തുതിയായിരിക്കട്ടെ. നീതിമാന്മാരുടെ കർത്താവ് നിന്നാണ്, കഷ്ടതയിൽ അവരുടെ അസഹനന്തരം അവിടുന്നാണ്. 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെയോളം ഔസേപിതാവിന്റെ വർഷമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ഔസേപിതാവിനെ സാർവത്രിക സഭയുടെ രക്ഷകനെന്ന് 9 പീയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചതിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച ഒരു പിതാവിന്റെ ഹൃദയത്തോടെ എന്ന അപ്പസ്തോലിക ലേഖനത്തിലാണ് ഇത് അറിയിച്ചത്. സമൂഹത്തിന് ശ്രദ്ധയിൽപ്പെടാതെ പ്രതീക്ഷയിൽ വിശ്വാസം അർപ്പിച്ച് ക്ഷമയോട് ജീവിക്കുന്ന സാധാരണക്കാരുടെ പ്രാധാന്യം കൊറോണ എന്ന മഹാമാരി നമുക്ക് വ്യക്തമാക്കി തന്നു. വിമോചന ചരിത്രത്തിൽ നിശബ്ദ സാന്നിധ്യമായി തീർന്ന വിശുദ്ധ ഔസേപിതാവും സാധാരണക്കാർ തമ്മിലുള്ള സാമ്യം ഫ്രാൻസിസ് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി. പിൻകാല സഭയിൽ ഔസേപിതാവിനെ കുറിച്ചുള്ള നടക്കം ക്രമാനുഗതമായി ശക്തി പ്രാപിച്ചു. പാവിയായിലെ ത്രേസ്യ പോലുള്ള വിശുദ്ധർ അദ്ദേഹത്തെ ശക്തനായ സ്വർഗീയ മധ്യസ്ഥനായി കരുതി. 1871 9 പീയൂസ് മാർപ്പാപ്പ പിതാവിനെ സാർവത്രിക സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. തൊഴിലാളികളുടെ മധ്യസ്ഥനായി അദ്ദേഹം വണങ്ങപ്പെട്ടു. ആശാരിപ്പണിയുടെ ഉപകരണങ്ങളും പുഷ്പിക്കുന്ന ദണ്ടും മറ്റും ഉപയോഗിച്ചാണ് ഔസേപിതാവിനെ സ്ഥിരീകരിക്കാറ്. ദാവീദിന്റെ ഒരു മണപ്പണിക്കാരൻ എന്നതിലുപരി ദൈവിക നിയോഗമനുസരിച്ച് യശോന്റെ മാതാവിന്റെ ജീവിത പങ്കാളിയാകാൻ കൂടി വര ലഭിച്ച വ്യക്തിയാണ് വിശുദ്ധ ഔസേപിതാവ്. വിശുദ്ധ ഔസേപിതാവിന്റെ വിശേഷ ഭാഗത്തിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ യേശുവിന്റെ വാഗ്ദാനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു മനുഷ്യൻ എന്നതിലുപരി ദൈവത്തിന്റെ അമൂല്യനിധിയായി യേശുവിന്റെയും മറിയത്തെയും വിശ്വസ്തയോടെ സംരക്ഷിക്കുകയും കാത്തുപാലിക്കുകയും ചെയ്ത മഹത് വ്യക്തിയായി വിശുദ്ധ ലിഖിതങ്ങളിൽ നമുക്ക് കാണാം. ഒരു പക്ഷേ മറിയത്തിന്റെ ഗർഭത്തെ കുറിച്ച് ആദ്യമായി അറിഞ്ഞ നിമിഷം മുതൽ ഔസേപിതാവിന്റെ ജീവിതത്തിലെ ഇരുണ്ട മുഹൂർത്തം. വേദനയുടെ ആ നിമിഷത്തിൽ അദ്ദേഹം മഹത്വം പ്രകടമാക്കി. മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിൽ കാതലായ മഹത്വം വഹിച്ചിട്ടുണ്ട്. കന്യാകുമാരിയിൽ നിന്നുള്ള ഈശോയുടെ ജനനത്തിന് ആ കാലത്തെ ഒരു വിശുദ്ധ സാക്ഷിയാണ് വിശുദ്ധ ഔസേപിതാവ്. വിശുദ്ധ ഔസേപിതാവിന്റെ മരണത്തെ കുറിച്ച് വേദപുസ്തകത്തിലൊന്നും തന്നെ വ്യാഖ്യാനിച്ചിട്ടില്ല. എന്നിരുന്നാൽ യേശുവിന്റെ പരിശുദ്ധ ജീവിതത്തിന് മുമ്പാകെ തന്നെ അദ്ദേഹം മരണം കണ്ടിരിക്കാം. യേശുവിന്റെയും മറിയത്തിന്റെയും മടിയിൽ കിടന്ന് ഒരു മനോഹരമായ മരണമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായത്. ചരിത്രകാരന്മാർ എളിമയോടും ആരാരും അറിയപ്പെടാതെ നശ്വരത്തിൽ ജീവിച്ചു. ഒരു വിശുദ്ധനായ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ സഭാ ചരിത്ര താളുകളിൽ പിന്താളുകളും മാത്രമായി അദ്ദേഹം ഒതുങ്ങി. അദ്ദേഹം മരിക്കുമ്പോൾ ഈശോ മറിയം അടുത്തുണ്ടായിരുന്നയാൾ മരണയിൽ കിടക്കുന്നവരുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേപിതാവ്. വിശുദ്ധ ഔസേപിതാവിനുള്ള വണക്കം ശക്തി പ്രാപിച്ചു. അതിനുശേഷമുള്ള കാലമാണ് വലിയ രീതിയിലുള്ള പ്രാർത്ഥനാദരവ് അദ്ദേഹത്തിന് നൽകപ്പെട്ടത്. ആഗോള കത്തോലിക്ക സഭ ഔസേപിതാവിന്റെ പ്രാർത്ഥന അർത്ഥം 2 വലിയ തിരുനാളുകൾ ആഘോഷിക്കുന്നു. ഒന്നാമത്തേത് മാർച്ച് 19. ഈ ദിവസത്തെ തിരുനാളിൽ മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിൽ നിഷ്ഠനുള്ള പങ്കിനെ പറ്റി അനുസ്മരിക്കുന്നു. മെയ് 1 ആഘോഷിക്കുന്ന രണ്ടാമത്തെ തിരുനാളിൽ ലോകം മുഴുവനുള്ള തൊഴിലാളികളുടെ മധ്യസ്ഥനായി വിശുദ്ധ ഔസേപിതാവിനെ അനുസ്മരിക്കുകയും സമൂഹത്തിൽ മനുഷ്യകുലത്തിന്റെ കടമകളെയും അവകാശികളെയും പക്ഷഭേദരഹിതമായി നിർത്തുവാൻ വേണ്ടി അദ്ദേഹത്തോട് മാധ്യസ്ഥം യാചിക്കുകയും ആഗോള കത്തോലിക്ക സഭയുടെ തന്നെ മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേപിതാവ്. ക്രിസ്തീയ ചരിത്രത്തിൽ ഔസേപിതാവിനുള്ള സഹനങ്ങളും നമ്മളെല്ലാവരും സഹവിശ്വാസികളും മാതൃകയാണ്. മറ്റുള്ള നോമ്പ് കാര്യങ്ങളിലും പറയുന്നത് പോലെ മാനസാന്തരം എന്ന കൃപയ്ക്കായി നമുക്ക് ഔസേപിതാവിനെ പ്രാർത്ഥിക്കാം.